ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. പൊതുവിൽ മാർക്സിസ്റ്റ് ചിന്തകൾക്ക് ആധിപത്യമുള്ള കേരളീയ സമൂഹത്തിലേക്ക് അംബേദ്കർ ആശയങ്ങൾ കടന്നു വരുന്നത് ഏറെ വൈകിയാണ്. ഇരുധാരകളും തമ്മിലുള്ള ആശയസംവാദം അന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്തു. ആ ആശയസംവാദത്തിൻ്റെ ഭാഗമാണ് മാവോയിസ്റ്റ് ചിന്തകൻ കെ മുരളിയും അംബേദ്കർ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എം ഗീതാനന്ദനും തമ്മിലുള്ള ഈ സംഭാഷണം. ഇരുവരും ഏറെക്കാലം കെ വേണുവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന CRC-CPML എന്ന നക്സൽ പ്രസ്ഥാനത്തിൽ സഹപ്രവർത്തകരായിരുന്നു എന്നതും പ്രത്യേകം പറയേണ്ടതാണ്. രണ്ട് ഭാഗങ്ങളുള്ള ഈ സംഭാഷണം ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഏവർക്കും സ്വാഗതം. CRC-CPML കാലഘട്ടത്തിലാണ് അംബേദ്കറെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അന്ന് CRC അതിനുവേണ്ടി ഒരു ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ അത് എത്തിച്ചേർന്ന നിഗമനം മാർക്സിസവും അംബേദ്കറിൻ്റെ ആശയങ്ങളും സമന്വയിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല. നേരെ മറിച്ച് അംബേദ്കറുടെ ജനാധിപത്യപരമായ പഠനങ്ങളെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ ഉൾച്ചേർക്കണം എന്നുള്ളതായിരുന്നു. പൊതുജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമകൾ ഉൾച്ചേർക്കണം എന്നുള്ളതായിരുന്നു. ആ നിലപാടാണ് ഇന്നും ഉള്ളത്, തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിനുശേഷം CRC-യൊക്കെ പിരിച്ചു വിട്ടതിന് ശേഷം പിന്നീടും അംബേദ്കറിൻ്റെ കുറേ പുതിയ വാള്യങ്ങൾ അതിനുശേഷമാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അതും പഠനവിധേയമാക്കിയിട്ടുണ്ട്. അംബേദ്കറിൻ്റെ ഗാന്ധി വിമർശനം മലയാളത്തിലേക്ക് അന്ന് വിവർത്തനം ചെയ്തിരുന്നു. പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. അത് പ്രസിദ്ധീകരിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാണ് എൻ്റെ ധാരണ. പുസ്തകമായിട്ട് ഇറങ്ങിയില്ല. പക്ഷെ അത് വിവർത്തനം ഞാൻ പറഞ്ഞാൽ ആ വിഷയം ഇന്ന് പിന്നോട്ട് പോയിട്ടുമില്ല, കൈയൊഴിഞ്ഞിട്ടുമില്ല. പക്ഷെ അതേസമയം തന്നെ ഒരു വർഗ നിലപാടിൽ നിന്നിട്ട് മാത്രമേ അംബേദ്കർ മുമ്പോട്ട് വച്ചിട്ടുള്ള ജനാധിപത്യ ആശയങ്ങളെ ശരിയായി ഉൾക്കൊള്ളാനും ഇന്നത്തെ സമൂഹത്തിൽ പ്രായോഗികമാക്കാനും കഴിയുള്ളൂ എന്നുള്ള നിലപാട് തന്നെയാണ് ഉള്ളത്. ഞാനൊരു 10 വർഷത്തോളം ശരാശരി നക്സലൈറ്റ് മൂവ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നക്സലൈറ്റ് മൂവ്മെൻറ്റിലേക്ക് ഞാനൊക്കെ എത്തുന്നത് ഏതാണ്ട് 80കളിലൊക്കെയാണ്. അതിനു മുമ്പ് തന്നെ അതിൻ്റെ ഒരു നിരീക്ഷകനൊക്കെ ആണെങ്കിലും കുറേയധികം സംശയങ്ങളോടുകൂടിയാണ് ഞാൻ അതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. ഒരു 78-80 കാലഘട്ടത്തിൽ അതുമായിട്ട് ആക്റ്റീവായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ കാസ്റ്റും ക്ലാസ്സും എന്നുള്ള 2 ഗണങ്ങളെക്കുറിച്ച് ഏറെ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പം പഴയകാല നക്സലൈറ്റുകൾ, അതായത് 80കളിൽ ഇപ്പോൾ KVയുടെ നേതൃത്വത്തിലൊക്കെ വരുന്ന മൂവ്മെൻറ്റുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ആ ധാരയിൽപ്പെട്ട ആളുകളുടെ എഴുത്തുകളോ ലിറ്ററേച്ചറോ ഒക്കെ ഏതാണ്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും CDN സർവീസ് സൊസൈറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഡോക്ടർ മന്മഥൻ മാഷ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടായിരുന്ന പത്മനാഭ മാഷ്, ഇവരുടെയൊക്കെ ഒരു പരിചയവും സലീം കുമാറൊക്കെ ജയിലിൽ നിന്ന് മിസ തടവുകാരനൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ പീരീഡിൽ ദേശീയതലത്തിൽ നക്സലൈറ്റ് മൂവ്മെൻറ്റുകൾ, നക്സൽ ബാരിക്ക് ശേഷമുള്ള ശ്രീകാവുകുളം അങ്ങനെയുള്ള പല പല വാർത്തകളൊക്കെ കേൾക്കുന്ന കാലമാണ്. ഏതൊക്കെയോ നിലയിൽ പല ലിറ്ററേച്ചറും അന്ന് തന്നെ എനിക്ക് കിട്ടുമായിരുന്നു, പല പല ഗ്രൂപ്പുകളിൽ നിന്നുള്ള. അപ്പം അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നുണ്ട് ഈ വിഭാഗങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഈ കാസ്റ്റും ക്ലാസ്സും തമ്മിലുള്ള ഒരു ഇഷ്യൂ, ഇത് രണ്ടും എങ്ങനെ ഡീൽ ചെയ്യും, എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള പ്രശ്നം അന്ന് തന്നെ എൻ്റെയൊക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം ഗ്രൂപ്പുകളൊക്കെ എനിക്കുണ്ടായൊരു സൗഹൃദം മുഴുവൻ തന്നെ ദളിത് മൂവ്മെൻറ്റുകളൊക്കെ ആയിട്ട് പിൽക്കാലത്തുള്ള കാലഘട്ടത്തിൽ ബന്ധപ്പെടുന്നവരോ അങ്ങനെയും കൂടി ആശങ്കപ്പെടുന്നത്. ഡോക്ടർ അംബേദ്കറിൻ്റെ രചനകളൊന്നും കാര്യമായിട്ട് ലഭ്യമായിരുന്നൊരു കാലഘട്ടമൊന്നും ആയിരുന്നില്ല. എങ്കിലും ദളിത് സ്വാതന്ത്ര്യ മൂവ്മെൻറ്റൊക്കെ തുടങ്ങുകയും മഹാരാഷ്ട്ര എന്നുള്ള കവിതകളൊക്കെ ഇല്ലസ്ട്രേറ്റ് വീക്കിലൊക്കെ ചിന്തത്തേക്ക് വരികയും തിരുവനന്തപുരത്ത് നാരായണൻ എന്ന് പറയുന്നൊരു സാറുണ്ടായിരുന്നു. പുള്ളിയുടെ ഇറക്കിയിരുന്നൊരു മാസിക, ഒരു ബുദ്ധ കൺസെപ്റ്റും അംബേദ്കർ തോട്ടൊക്കെ തുടങ്ങുന്നത് കാലമായതുകൊണ്ട് കുറച്ച് ലിറ്ററേച്ചറൊക്കെ അന്ന് ലഭ്യമായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു 80കളിൽ തന്നെ പൂന പാക്റ്റിനെ കുറിച്ചുള്ള ഏതൊരു ടെക്സ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. അതേപോലെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി, അംബേദ്കറിൻ്റെ ആദ്യത്തെ ബയോഗ്രഫി ഒരെണ്ണം മലയാളത്തിൽ ഇംഗ്ലീഷിൽ തന്നെ ലഭ്യമാകുന്നുണ്ട്. അതൊക്കെയാണ് അംബേദ്കർ തോട്ടുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചർ കിട്ടുന്നതായിരുന്നു. എന്തായാലും ഈ ഒരു
ക്ലാസ് ക്വസ്റ്റ്യൻ എന്നുള്ള നിലയിൽ ഏറെക്കുറെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൃത്യമായൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ തുടരുന്ന ഘട്ടത്തിലാണ് കെ വേണു ജയിലിൽ നിന്ന് വരുന്നതും ചൈനയിലുണ്ടായിരുന്ന മാറ്റങ്ങളും പ്രത്യേകിച്ചും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തിപ്പെടുകയും 84-ലല്ലേ ടിയാൻമെൻ സ്ക്വയർ ഉണ്ടാകുന്നതാണ് എൻ്റെ ഓർമ്മ. എന്തായാലും 80കളുടെ തുടക്കത്തിൽ ടിയാൻമെൻ സ്ക്വയർ ഉൾപ്പെടെ ഉണ്ടാകുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ചും വളരെ ഫാസിസ്റ്റായ ഒരു ക്രമമാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നൊരു ഘട്ടത്തിലാണ് ഞാൻ അതിനകത്ത് എൻ്റർ ചെയ്യുന്നത്. അപ്പം അത്രയും പശ്ചാത്തലം ഞാൻ പറയാൻ കാരണം ആ ഘട്ടത്തിൽ അന്ന് കെ വേണുവിൻ്റെ ദാർശനിക പ്രശ്നങ്ങൾ പുറത്തിറങ്ങുന്നു. എന്താണ് വസന്തത്തിൻ്റെ മുഴക്കുന്ന ഒരു അനാലിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ ഡോക്യുമെൻ്റ് ഇറങ്ങുന്നുണ്ടല്ലോ, CRC-CPM-ൻ്റെ പഴയകാല ഉന്മൂലന സമരം റീവിസിറ്റ് ചെയ്യും, റീതിങ്ക് ചെയ്യും, ബഹുജന ലൈനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരു പരിഗണനയ്ക്ക് വരുന്നു. പിന്നീട് പ്രേരണാമാസികയൊക്കെ പുറത്തിറങ്ങുന്നു. ഇങ്ങനൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ ക്ലാസ് ക്വസ്റ്റിനുപരിയായി ഈ പറയുന്ന അന്നത്തെ ഒരു കൾച്ചറൽ അപ്സർജ് എന്ന് പറയുന്ന പല ഗ്രൂപ്പുകളുടെയും ഒക്കെ ഒരു സാന്നിധ്യമൊക്കെ എൻ്റെയൊക്കെ വ്യക്തിപരമായ തോട്ടിലുണ്ടായിരുന്നു. പക്ഷേ നക്സലൈറ്റ് മൂവ്മെൻറ്റിനെ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത് പ്രധാനമായിട്ടും ഈ ദേശീയ പ്രശ്നവും പതുക്കെ അത് കാസ്റ്റിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കോൺഫിഡൻ്റായിട്ട് ഞാൻ ഇറങ്ങുന്നത്. പരമ്പരാഗതമായൊരു ഘടനയ്ക്കുള്ളിലുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനമല്ല അത് എന്നുള്ള നിലയിൽ നാഷണൽ ലിബറേഷൻ എന്ന് പറയുന്ന ദേശീയതകളുടെ വിമോചനം എന്ന് പറയുന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ ജാതി ഗോത്രം സംഭവങ്ങൾക്കൊക്കെയുള്ള സ്പേസ് ഉണ്ടാകും എന്നുള്ളതാണ് എന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. 81-85 കാലഘട്ടമൊക്കെ ആകുമ്പോൾ നമ്മുടെ തമ്മിലങ്ങനെ പരിചയമില്ല എങ്കിലും 80കളുടെ എൻഡിലൊക്കെയാണ് ദേശീയതയുടെ പ്രശ്നം CRC-CPM-നുള്ളിൽ രൂക്ഷമായൊരു തർക്ക വിഷയമായി മാറുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി അടുക്കുന്നത് എൻ്റെ ഓർമ്മ. പ്രത്യേകിച്ചും താങ്കൾ ഇറക്കിയിരുന്ന ഒരു ലീഫ്ലെറ്റ് ബുക്ക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ ഞാനാണ് അതിനെ മുൻകെടുക്കുന്നത് അറിയാമല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും എന്നെ അട്രാക്റ്റ് ചെയ്യുന്നൊരു ഘടകം അതായിരുന്നു. അപ്പോൾ ഒരു റവല്യൂഷണറി പൊളിറ്റിക്സ് എന്നുള്ള നിലയിൽ മാർക്സിസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനൊരു പരിഹാരം കഴിയുമെന്നുള്ള ഒരു നിലയിൽ ഞാനത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് അതിന് തരും. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് അതിനകത്ത് പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു ദശകം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന ഒരു സർവ്വദേശീയ സംഭവവാസങ്ങൾ പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റ് ലോകത്തിൻ്റെ തകർച്ചയോ റീസ്ട്രക്ചറിങ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കെ വേണു ഉന്നയിച്ച സംശയങ്ങൾ, പിന്നെ ഇന്ത്യയിലുണ്ടാകുന്ന ഒരു ബഹുജൻ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം, ഇതൊക്കെ തന്നെ എന്നെയൊക്കെ തന്നെ റീതിങ്ക് ചെയ്യുന്നതിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടരുന്ന ഒരു ന്യൂ ഡെമോക്രാറ്റിക് റവല്യൂഷൻ എന്ന് പറയുന്നത് ദേശീയ വിമോചനത്തെയും കൂടി ഉള്ളടക്കമാക്കിയെടുക്കുന്ന ഒരു പുതിയ ജനാധിപത്യ വിപ്ലവത്തിന് ദളിത് അല്ലെങ്കിൽ ഗോത്രവർഗ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് തുടങ്ങിയവരുടെ ഒരു ഇൻക്ലൂസീവായ ഒരു സംഭവം കഴിയുമോ ഇല്ല എന്നാണ് ഞാനൊക്കെ ഒരു 90കളുടെ തുടക്കത്തിൽ റേസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിന് കൃത്യമായൊരു ഉത്തരം താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കെ വേണുവിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അന്നിടയ്ക്ക് ഏത് നിലയിലുള്ള ഒരു പ്രത്യശാസ്ത്ര സമരത്തിന് പൂർണ്ണമായിട്ട് എക്യുപ്പിടല്ലെങ്കിലും അതുവരെ ഉണ്ടായിരുന്ന ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊക്കെ അതിന് സന്നദ്ധമായിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, CRC-CPM-ൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ജനാധിപത്യത്തിൻ്റെ വിഷയമാണ് കെ വേണുവൊക്കെ പറയുന്നതെങ്കിലും, അല്ലെങ്കിൽ പുള്ളി അത് പറഞ്ഞാണ് അതിനകത്ത് ക്വിറ്റ് ചെയ്യുന്നതെങ്കിലും, ഒരു മൗലികമായും ഒരു റവല്യൂഷണറി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നടത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ജനാധിപത്യ പ്രശ്നങ്ങളൊന്നും തന്നെ ചർച്ചയില്ല. ശരിയാണ്, കാസ്റ്റൊക്കെ അതിനകത്ത് എടുക്കുന്നുണ്ട്, ഫെമിനിസം എടുക്കുന്നുണ്ടെങ്കിലും ഒരു ഡെമോക്രാറ്റിക് റവല്യൂഷനിൽ ഈ പറയുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് സ്പേസ് എന്താണ് എന്നുള്ള മൗലികമായ റേസ് ചെയ്യാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമുഖീകരിക്കുന്ന മൊത്തത്തിലുള്ള ജനാധിപത്യ പ്രശ്നം ചർച്ച ചെയ്യാനുള്ള സ്പേസിനകത്ത് ഇല്ലാതെ പോവുകയും അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇത് ക്വിറ്റ് ചെയ്ത് പോകുന്നത് പിന്നീടുള്ള കഥ എല്ലാവർക്കും അറിയാം. എന്തായാലും ഞാനതിൽ നിന്ന് എത്തിച്ചേരുന്നൊരു നിഗമനം അടിസ്ഥാനപരമായും ഈ ക്ലാസ് പൊളിറ്റിക്സിൽ നിന്ന് ഒരു ലോകഭീഷണത്തെ ദർശിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്
മൗലികമായ ജനാധിപത്യം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതിൻ്റെ ഇൻറ്റേർണലി അതിൻ്റെ ഒരു ക്രൈസിസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രശ്നം അതാണ് നേരിടുന്നത്. അപ്പോൾ അതിനെ ക്ലാസ് ക്വസ്റ്റ്യൻ ഈ സമൂഹത്തിൽ ഇല്ലെന്നല്ല, അതിനെയും കൂടി ഒരു ജനാധിപത്യ പ്രശ്നമായി എടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇനിയും ഇങ്ങോട്ട് റാഡിക്കലോ റവല്യൂഷണറി ആയിട്ട് ഒരു ഗ്ലോബൽ പൊളിറ്റിക്സ്, ലോകരാഷ്ട്രീയത്തിൽ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് എത്തിച്ചേർന്നൊരു നിഗമനം. അതിന് നെഗേറ്റ് ചെയ്യുന്നില്ല. ഡോക്ടർ അംബേദ്കറിൻ്റെ വീക്ഷണങ്ങൾ ഇതിന് രണ്ടിനും ബാലൻസ് ചെയ്ത് കൈകാര്യം ചെയ്യുന്ന ഒരു പൊതു സമീപനമുണ്ട്. കാസ്റ്റ് ഒരു ഡോമിനൻറ്റ് പൊളിറ്റിക്കൽ ഫാക്ടറാണ്, ക്ലാസ് ഒരു ഡോമിനൻറ്റ് പൊളിറ്റിക്കൽ ഫാക്ടറാണ്. ഇവ രണ്ടും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. പക്ഷേ അവയെല്ലാം തന്നെ ഒരു ബ്രോഡർ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡോക്ടർ അംബേദ്കർ നിരീക്ഷിച്ചിരുന്നതും ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസ് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം മാർക്സിസത്തിന് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അതിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ ഗീതനൊപ്പം നിർത്തിയത്. ഞാൻ പറഞ്ഞ അക്കാര്യത്തിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ കൃതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കർ ഒരു ഭരണവ്യവസ്ഥ എന്നുള്ള നിലയ്ക്കാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുക, ദളിതർക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുക. പൊളിറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അതിലുള്ള പ്രാതിനിധ്യമാണ്. അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം അതാണോ രാഷ്ട്രീയ അധികാരം എന്നുള്ളൊരു അടിസ്ഥാനപരമായ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ വിഷയത്തെ നോക്കുകയാണെങ്കിൽ എന്ത് ജനാധിപത്യം എന്നുള്ള പ്രശ്നമുണ്ടല്ലോ, അതിൻ്റെ ഒരു വർഗപരമായ ഉള്ളടക്കം എന്താണ്? അപ്പോൾ നമ്മൾ ദക്ഷിണാഫ്രിക്കയുടെ ഉദാഹരണം നോക്കാം. വർണ്ണവിവേചനം നിലനിന്നിരുന്നൊരു പ്രദേശമായിരുന്നു, രാജ്യമായിരുന്നത്. അതിനുശേഷം അതിലൊരു മാറ്റമുണ്ടാകുന്നു, വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നു. അതുവരെയും അടിച്ചപ്പുറത്തപ്പെട്ടിരുന്ന എന്താ പറയുക, ഒരു ശരിക്കും വിവേചനപൂർവ്വം മാത്രം കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന സാമൂഹ്യ നിലയുണ്ടായിരുന്ന കറുത്തവർ അധികാരത്തിൽ വരും. പക്ഷെ അങ്ങനെ അവർ അധികാരത്തിൽ വരുമ്പോഴും ആ നിലനിന്നിരുന്ന മുമ്പേ ഉണ്ടായിരുന്ന അധികാരത്തിൽ തന്നെയാണ് അവരുടെ പ്രാതിനിധ്യം വരുന്നത്. അത് കറുത്തവരുടെ ആകമൊത്തത്തിലുള്ളൊരു ജീവിതാവസ്ഥയിൽ മൗലികമായൊരു മാറ്റം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇത്രയും വർഷത്തെ അനുഭവങ്ങൾ എടുത്ത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം എന്ന് വെച്ചപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു വർഗ ഉള്ളടക്കത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ആ വർഗ ഉള്ളടക്കത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അവരുടെ വർണ്ണവിവേചനത്തിൻ്റെ, കറുത്തവരുടെ വിവേചനം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒരു അടിസ്ഥാനപരമായൊരു മൗലികമായൊരു പരിഹാരത്തിന് സാധ്യമാകുമായിരുന്നു. അതിൻ്റെ ഒരു അഭാവമാണ് അവിടെ പ്രകടമായൊരു കാര്യം. നമ്മളുടെ ഇവിടെ നിൽക്കുന്ന ജാതീയമായിട്ടുള്ള ആ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള നല്ലൊരു വിലപ്പെട്ടൊരു പാഠമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ അംബേദ്കർ ഒരർത്ഥത്തിൽ ആ വിഷയത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഉദാഹരണത്തിന് ലിബറൽ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യവും സാഹോദര്യവും ഈ പറയുന്ന ലിബറൽ ജനാധിപത്യ വ്യവസ്ഥകളിൽ ഉറപ്പാക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സമത്വം എന്നുള്ള കാര്യത്തിന് അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കൊണ്ടുവരുന്ന സമത്വമാകട്ടെ ഔപചാരികമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഭരണം നടത്താൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. ഞാനൊരു ഭൗതിക യാഥാർത്ഥ്യം എന്നുള്ള എനിക്ക്, പ്രായോഗിക യാഥാർത്ഥ്യം എന്നുള്ള എനിക്ക് ഇതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഇതേ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അപര്യാപ്തതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ ജനാധിപത്യത്തിൻ്റെ വർഗ ഉള്ളടക്കം എന്നുള്ള വിഷയം വരുന്നത്. ഏത് വർഗത്തെ പ്രതിനിധീകരിക്കുന്ന ജനാധിപത്യം എന്നുള്ള വിഷയം കടന്നു വരുന്ന അവിടെയാണ്. പക്ഷെ ആ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്താ പറയുക, ഈ വർഗപരമായ വിഷയത്തെ അതിൻ്റെ ജാതീയ തലം അവഗണിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കിപ്പോഴുള്ളൂ. കാരണം പരസ്പരം ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ അത്ര കർക്കശമായിട്ട് അല്ലെങ്കിൽ കണിശമായ രീതിയിൽ നമുക്ക് ജാതിയും വർഗവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. മുമ്പാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഉദാഹരണത്തിന് ദളിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ വർഗപരമായി സമൂഹത്തിന് ഏറ്റവും അടിത്തട്ടിൽ തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. മേലോട്ട് വരുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ഇന്നതല്ല അവസ്ഥ. ഒരു മാറ്റം വന്നിട്ടുണ്ട്, സമൂലമായ മാറ്റം വന്നില്ല, ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. മറ്റ് ജാതികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ എന്താ പറയുക, പണ്ടത്തെ പോലെ അല്ലെങ്കിലും ഇന്നും വർഗപരമായ നിലയിൽ ജാതിക്ക് ഒരു പ്രമുഖ പങ്കുണ്ട്.
ഏറെക്കുറെ സമാനം. ഇപ്പോൾ ഉദാഹരണത്തിന് ദരിദ്രരിൽ ഭൂരിപക്ഷം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദളിതരും പിന്നോക്ക ജാതിക്കാരും മർദ്ദിത ജാതികളാണ് ഭൂരിപക്ഷം. അവർ മാത്രമല്ല അല്ലാത്തവരും ഉണ്ട് അതിൽ. അതുപോലെ തന്നെ സമ്പന്നരിൽ ആരാണ് ഭൂരിപക്ഷം നോക്കി കഴിഞ്ഞാൽ സവർണ്ണ ജാതികളാണ് ഭൂരിപക്ഷം. വളരെ അപൂർവമായിട്ട് മാത്രമാണ് മറ്റുള്ള ജാതിക്കാർ നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഈ പറഞ്ഞ വർഗം എന്ന് പറഞ്ഞാൽ ജാതീയ തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഗ വിശകലനം നടത്തുമ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് ഒരു കൃത്യമായൊരു വർഗ വിശകലനത്തിൽ വർഗ നിലപാടിൽ എത്തിച്ചേരാനും കഴിയുള്ളൂ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അവിടെ ഡോക്ടർ അംബേദ്കറിൻ്റെ പല നിർണായക നിരീക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ജാതി തൊഴിൽ വിഭജനം മാത്രമല്ല തൊഴിലാളികളുടെ വിഭജനം കൂടിയാണ് എന്നുള്ള ഒരു നിരീക്ഷണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തൊഴിലാളി വർഗ ബോധം എന്ന് പറയുന്നത് എന്തെന്നൊരു ചോദ്യം വരുന്നുണ്ട്. മാർക്സൊക്കെ പറയുന്ന സ്വയം തിരിച്ചറിഞ്ഞൊരു വർഗം എന്നുള്ള നിലയ്ക്ക് തൊഴിലാളി വർഗത്തിൻ്റെ ബോധം എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ജാതി വേർതിരിവുകൾ, തൊഴിലാളികൾക്കിടയിൽ തന്നെയുള്ള ജാതി വേർതിരിവുകൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ, അതിനെ ബോധപൂർവം കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ആ വർഗബോധം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വ്യക്തമായിട്ട് അപൂർണമായിരിക്കും. കാരണം കുറേയൊക്കെ നിലനിൽക്കുന്ന മർദ്ദക വ്യവസ്ഥയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ബോധമായിരിക്കും. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ അംബേദ്കറിൻ്റെ അത്തരം പാഠങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ തൊഴിലാളി വർഗ ബോധം ആർജിക്കുന്നതിൽ ജാതി നശീകരണത്തിൻ്റെ പങ്കെന്ത്, അത്തരം കടമകൾ എങ്ങനെ ഏറ്റെടുക്കുന്ന കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനാധിപത്യപരമായൊരു ഇടം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നിർവചിക്കേണ്ടി വരുന്ന പക്ഷേ എന്ത് ജനാധിപത്യത്തിൻ്റെ ഇടം എന്നുള്ളതാണ്. ആ കോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു വർഗ നിലപാടിൽ നിന്ന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഇപ്പോഴും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ആ വർഗ നിലപാട് തീർച്ചയായിട്ടും ഈ വശത്തെ ജാതീയമായ വേർതിരിവുകളുടെ വിഭജനങ്ങളുടെ വശത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കണം. അതിനെ കൂടി ഉൾക്കൊള്ളുന്ന സ്വാംശീകരിക്കുന്ന നിലപാടായിരിക്കണം. ജാതിയും വർഗവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ പറയുന്ന ഒരു കോൺട്രഡിക്ഷനുണ്ട്. അവ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറ്റമുണ്ട്. ഇതൊക്കെ അന്നും ഇന്നും തുടരുന്നതാണ്. പിന്നെ ദളിത് സമൂഹങ്ങൾക്ക് മൗലികമായിട്ടുള്ള മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ മാറ്റമുണ്ടായിട്ടില്ല എന്നെൻ്റെ അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. പ്രധാനമായിട്ട് എനിക്കൊന്നിൽ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ഈ ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു വീക്ഷണം ദളിതരുടെയും അല്ലെങ്കിൽ അതുപോലുള്ള പാർശ്വവൽക്കൃതരുടെ ഉൾക്കൊള്ളാനുള്ള ഒരു ജനാധിപത്യം എന്നുള്ള നിലയിൽ മാത്രം നിർവഹിച്ചുകൂടാ. അങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ആരോപിക്കുന്നില്ല. പക്ഷേ പൊതുവിൽ അങ്ങനെ മാത്രമേ മനസ്സിലാക്കപ്പെടുന്നുള്ളൂ എന്ന് തോന്നുന്നു. പൊതുവിൽ എല്ലാവരും ഇത് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും അല്ലെങ്കിൽ പാർശ്വവൽക്കൃതരുടെ ഇൻക്ലൂസീവായിട്ടുള്ളൊരു സംഭവത്തിന് വേണ്ടിയുള്ള ഡെമോക്രസിയാണെന്നുള്ളത്. അംബേദ്കറിൻ്റെ ഒരു ഡെമോക്രാറ്റിക് കൺസെപ്റ്റ് അതിന് അപ്പുറമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആഗോളതലത്തിൽ റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം മാത്രമാണ്. അല്ലല്ല, അതെ, വെറും റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം മാത്രമല്ല എന്നുള്ളതാണ് എൻ്റെ. അതല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡോക്ടർ അംബേദ്കർ ജനാധിപത്യത്തിൻ്റെ വിഷയത്തിൽ ദളിതരുടെയും മറ്റുള്ളവരുടെ വിഷയം പറയുമ്പോൾ അത് ഈ സെൻസിലാണ് അത് പറഞ്ഞേക്കണത്. അങ്ങനെ മാത്രം ജനാധിപത്യത്തെ അങ്ങനെ കണ്ടു എന്നുള്ളതല്ല, ഇവരുടെ കാര്യത്തെ എന്തായാലും ജനാധിപത്യത്തെ കുറേകൂടി ബ്രോഡായി ഒരു നവീന മാതൃക എന്നുള്ളൊരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് കൂടി അതിനകത്തുണ്ട്. ആ നിലക്ക് കണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബുദ്ധമതത്തിൻ്റെ മാത്രമല്ല, ഞാനതിനെ ഇപ്പോൾ ഒരു നമ്മുടെ മുമ്പിലുള്ളത് ഗ്ലോബൽ ലെവലിൽ ആഗോളതലത്തിൽ അന്നും ഇന്നും ഏറ്റവും പ്രബലമായി നിൽക്കുന്നത് മുതലാളിത്ത ജനാധിപത്യ രീതിയാണ്. മറ്റൊന്ന് എമർജ് ചെയ്ത് വന്നിരുന്നത് തൊഴിലാളി വർഗ ജനാധിപത്യമാണ്. ഇതിന് രണ്ടിനും വ്യത്യസ്തമായ ഒരു രൂപം ഡോക്ടർ അംബേദ്കറിൻ്റെ ജനാധിപത്യ സങ്കല്പത്തിൽ, ഒരു ജനാധിപത്യ വ്യവസ്ഥ എന്നുള്ളതിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നതിൽ നിലവിലുള്ള മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളോ മറ്റ് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുതലാളിത്തം ഉൾപ്പെടെ അതിനെ കാണുന്നില്ല എന്നുള്ള നിലയിൽ ആണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം താങ്കൾ പറഞ്ഞിരുന്ന ഒരു വിഷയമുണ്ടല്ലോ, സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ. അതായത് ബ്ലാക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു അടിമത്തത്തിന് വിധേയമായിരുന്നൊരു വിഭാഗങ്ങളുടെ എമർജൻസോടുകൂടി അവർക്ക് മോഡേൺ എന്ന് പറയാവുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്നു ഒരു സാഹചര്യമുണ്ടാകാം. എന്നിട്ടും ബ്ലാക്സ് സപ്രസ്ഡ് ആണ്. അതാണ് നിരീക്ഷിക്കുന്നത്. മൊത്തത്തിലത് ശരിയാണത്. പക്ഷേ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ
ഒരു പ്രാധാന്യം. ഇപ്പോൾ ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു നിരീക്ഷണമുണ്ട്. ഈ ഇന്ത്യയിലുള്ള ഇത്തജന വിഭാഗങ്ങളുടെ ഉൾക്കൊള്ളന് ഇവിടുത്തെ ഹിന്ദുത്വ ഫോഴ്സ്, എമർജിങ് ഹിന്ദുത്വ ഫോഴ്സ് എതിർക്കുന്നത് പോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെ അധികാര കൈമാറ്റത്തിൻ്റെ ഘട്ടത്തിൽ കൃത്യമായും യൂറോപ്യൻസ് മനസ്സിലാക്കണം എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ യൂറോപ്യൻ ജനാധിപത്യത്തെയാണ് അദ്ദേഹം വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് 1946 ഒരു ആർട്ടിക്കിളിൽ ഇത് മാത്രമാണ് അനലൈസ്, യൂറോപ്യൻ ജനതയോടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു പ്രധാനമായിട്ട് നിരീക്ഷിക്കുന്നൊരു കാര്യം, ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിജീവിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥകൾ ഏതാണോ അവിടെയെല്ലാം തന്നെ ഇൻക്ലൂസീവാണത്. ഇൻക്ലൂസീവായിട്ടെടുത്ത് മാത്രമേ മുതലാളിത്തത്തിന് നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ ജനാധിപത്യ വ്യവസ്ഥ എന്നുള്ളത്. അതിന് അദ്ദേഹം 2 പ്രദേശങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാരണം 1800 മുതൽ അവിടെ ഉണ്ടായിരുന്ന ബ്ലാക്സിൻ്റെ എമർജൻസും പിന്നീട് പൊളിറ്റിക്കൽ അസെഷനായിട്ട് മാറുന്നു. 1930കളോടുകൂടി അതൊരു ജനാധിപത്യരെ ഒഴിവാക്കിക്കൊണ്ട് ഒന്ന് കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മനസ്സിലാവുകയാണ്. അല്ലെങ്കിൽ അവർ റെഡിനക്കാരൊക്കെ അടിച്ചമർത്തി ഉണ്ടാക്കിയ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിലും ബ്ലാക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ അസെഷനോടുകൂടി ഇൻക്ലൂസീവായേ മതിയാവുള്ളൂ എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നേർസാക്ഷ്യം വഹിച്ചിരുന്ന ഒരാളെന്നുള്ളതിലാണ് ഈ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അതുപോലത്തെ അയർലൻഡിൻ്റെ പ്രശ്നമാണ് മറ്റൊന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ പൊതുവായ ഒരു സ്വഭാവം. അപ്പം 2 പാശ്ചാത്യ ജനാധിപത്യങ്ങൾ എന്ന വ്യവസ്ഥ എന്നുള്ളതിൽ ബ്രിട്ടനും അമേരിക്കയും താരതമ്യേന നിലനിന്ന് പോകുന്നതിൻ്റെ കാരണം, തകരാറ് നിലനിന്ന് പോകുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഫാസിസത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഇത് ഇൻക്ലൂസീവാണ് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈസ്റ്റ് യൂറോപ്പിൽ മുഴുവൻ തന്നെ ഫാസിസത്തിലേക്ക്, അത് ഇറ്റലി ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും റഷ്യ ആണെങ്കിലും എല്ലാം തന്നെ ഫാസിസത്തിലേക്ക് വളരെ വേഗം പോയതിൻ്റെ കാരണം അത് ഒട്ടും ഇൻക്ലൂസീവ് അല്ല. ഈ ഒരു ജനാധിപത്യ പാഠം ഏറ്റവും ഇന്ത്യയെപ്പോലെ തന്നെയോ ഇന്ത്യയെക്കാളേറെയോ ബഹുസ്വരതി ഉണ്ടായിരുന്ന വലിയൊരു രാഷ്ട്രമായി ഉദ്ഗ്രഥിക്കപ്പെട്ട സോവിയറ്റിന് ഇല്ലാതെ പോയതാണ് എന്നത് കൂടി ആ ജനാധിപത്യ വ്യവസ്ഥ ഫാസിസത്തിലേക്ക് നീങ്ങുന്നതിന് കാരണമായി കൂടെ എന്നൊരു ക്വസ്റ്റ്യൻ. അപ്പം അംബേദ്കറിൻ്റെ ഒരു വിഷനിൽ ഈ പറയുന്ന ഈ പാർശ്വവൽകൃതരുടെ അധികാരം പിടിച്ചെടുക്കുക എന്നൊരു വിഷയം അദ്ദേഹം പറയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ വിഷയമേ അല്ല. ബ്ലാക്സിൻ്റെത് അല്ലെങ്കിൽ ഇവിടെ ദളിതരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ, അതുകൊണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യത്തെ അങ്ങനെ കാണുന്നുള്ളൂ. തൊഴിലാളി വർഗ സർവാധിപത്യത്തെക്കുള്ളൊരു മേജർ ക്രിറ്റിസം, മറ്റേ ക്ലാസ് ക്വസ്റ്റ്യനുണ്ട്, വർഗത്തെ വിഭജിക്കുന്നു എന്നൊക്കെയുള്ള ഒബ്സർവേഷൻസ് ഉള്ളപ്പോഴും ഏറ്റവും പ്രബലമായ നിരീക്ഷണം തൊഴിലാളി വർഗ സർവാധിപത്യത്തെക്കുറിച്ചുള്ള സർവാധിപത്യ കൺസെപ്റ്റിനാണെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ആ ഒരു സമീപനത്തിൽ വേണം ഡോക്ടർ അംബേദ്കറിൻ്റെ നിരീക്ഷണം കാണാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ അതിന് പറ്റിയ ഇൻഗ്രീഡിയൻസ് എന്നുള്ള നിലയിലാണ് ജനാധിപത്യ വ്യവസ്ഥ മുഴുവൻ തന്നെ ക്രോഡീകരിക്കാനായി അദ്ദേഹത്തിൻ്റെ പ്രധാന കൊണ്ട്. അതിപ്പം ദളിതരുടെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമല്ല, അത് ഇന്ത്യയിൽ ഒരർത്ഥത്തിലും അമേരിക്കയെ പോലുള്ള ഒരു പ്രസിഡൻഷ്യൽ റൂളൊന്നും അല്ല ഇവിടെ ഉള്ളത്. അത് ഇവിടുത്തെ ഡയറക്ടർ പ്രിൻസിപ്പിളാണെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെങ്കിലും ഇതിനെല്ലാം ഉദ്ഗ്രഥിച്ചെടുക്കുന്നത് കമ്പാരിറ്റീവ്ലി ഹിസ്റ്ററിയിൽ നിലനിന്ന് പോകാവുന്ന ഭരണകൂടത്തിൻ്റെ കൊഴിഞ്ഞുപോക്കൊന്നും ഒരിക്കലും പറഞ്ഞൊരാളല്ല ഡോക്ടർ അംബേദ്കർ. പക്ഷേ ഒരു സോഷ്യൽ ക്രീച്ചർ എന്നുള്ളത്, ഞാനപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്, അത് സസ്റ്റൈനബിൾ ആയിരിക്കണം, ഹിസ്റ്ററിയോടൊപ്പം സഞ്ചരിക്കുന്നതായിരിക്കണം, ഇൻക്ലൂസീവ് ആയിരിക്കണം. അപ്പോൾ ആ നിലയിൽ കാണുമ്പോൾ നമ്മതിനകത്തൊരു വർഗസ്വഭാവത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രൊഡോമിനൻ്റായി ഡോക്ടർ അംബേദ്കറിൻ്റെ വിഷനിൽ ഇല്ല. ഇത് ഏത് വർഗം കൈകാര്യം ചെയ്യും എന്നുള്ളതിനേക്കാളേറെ അതിൻ്റെ ഏത് വർഗം കൈകാര്യം ചെയ്താലും ഇറ്റ് ഷുഡ് നോട്ട് ബി ഫാസിസ്റ്റ് എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ ഹിസ്റ്ററിയിൽ നമുക്ക് കാണിക്കുന്നത് തൊഴിലാളി വർഗം അധികാരത്തിൽ വന്നിട്ടും അത് ഫാസിസത്തിലേക്കാണ് പോയിരുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുതയെ നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റബിളാണ്, ഡിബേറ്റ് ചെയ്യേണ്ട ഒരു മെയിൻ ഏരിയയാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇന്ത്യയെപ്പോലെ തന്നെ ഏറ്റവും ബഹുഭാഷയുള്ളത്, ബഹുസ്വരതയുള്ള, ബഹുദേശീയതയുള്ള ഒരു രാജ്യമായിട്ടും കമ്പാരിറ്റീവ്ലി ഇന്ത്യ ഫാസിസത്തിലേക്ക് പോകാൻ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അംബേദ്കറേറ്റ് വിഷൻ്റെ ഈ ഘടകമുള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയിലിപ്പം ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരണത്തിനും ഏകീകരണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ സോവിയറ്റ് മാതൃകയാണെന്ന് പിന്തുടർന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആ മാതൃക തന്നിരുന്ന റഷ്യയ്ക്ക് സോവിയറ്റ് യൂണിയന് നിലനിൽപ്പില്ല. ആ ഒരു ബഹുസ്വരതയും ദേശീയതകളുടെ ഭാഷ എന്താ പറയേണ്ടത്, വംശീയ മൈനോറിറ്റികളുടേത്,
സംസ്കാരങ്ങളുടെ എല്ലാം തന്നെ ഇൻക്ലൂസീവായതോടൊപ്പം തന്നെ അത് ഹിസ്റ്ററിയിൽ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സോഷ്യൽ ക്രീച്ചറായി കൂടി വിഭാവനം ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ക്ലാസ് കാസ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനോ ഭരണകൂടത്തിൻ്റെ വർഗാധികാരത്തിൻ്റെ വിഷയമോ ജനാധിപത്യത്തിൻ്റെ അതിജീവനത്തിൽ ഒരു നോൺ ഫാക്ടറാണെന്നൊരു നിരീക്ഷണം. അത് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ജനാധിപത്യത്തിൽ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ലോകരാഷ്ട്രീയത്തിൽ വർഗരാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. വർഗത്തിൻ്റെ ജനാധിപത്യത്തിന് വർഗസ്വഭാവം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഏത് വർഗം, അതിപ്പം മുതലാളിത്ത ജനാധിപത്യത്തിലാണെങ്കിലും സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിൽ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദന സംവിധാനത്തെ മുഴുവൻ തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം പിടിച്ചെടുത്തിട്ടും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ട് സോഷ്യൽ കൺട്രോൾ ഉറപ്പുവരുത്തിയിട്ടും ജനാധിപത്യത്തിൻ്റെ വിഷയത്തിൽ അത് അസാധ്യമായിരുന്നു എന്നുള്ള പാഠത്തുനിന്നും കൂടി വേണം ഇതിനെ കൂട്ടി വായിക്കാൻ. എൻ്റെ പോയിന്റ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അംബേദ്കറിൻ്റെ ഒരു വിഷൻ്റെ മർമ്മം പട്ടികജാതിക്കാരനെയോ പട്ടികവർഗക്കാരനെയോ ഉൾക്കൊള്ളുന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അതുപോലെ അതെല്ലാം തന്നെ വിഭാഗങ്ങളുണ്ടല്ലോ ഉണ്ടോ ആ അർത്ഥത്തിൽ അവരെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണത്. ഉൾക്കൊള്ളുക മാത്രമല്ല അത് അതിജീവന ശേഷിയുള്ള ഒന്നുകൂടി ആയിരിക്കണം. അതിൽ ഈ 46 കാലഘട്ടങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവത്തിൽ വളരെ റെലവൻ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സോഷ്യലിസ്റ്റ് ജനാധിപത്യം മുതലാളിത്ത ജനാധിപത്യം എന്ന് പറയുന്ന രണ്ട് രൂപങ്ങൾക്കും വ്യത്യസ്തമായൊരു ഒരു സാമൂഹിക രൂപമോ ഒരു രാഷ്ട്രീയ രൂപമോ എന്നുള്ള നിലയിൽ ജനാധിപത്യത്തെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം മറന്നുകൊണ്ട് നമുക്കത് അംബേദ്കറിനെ അവഗണിക്കുന്നതല്ല പ്രശ്നം. ഞാൻ സൂചിപ്പിച്ചല്ല നേരത്തെ ലിബറൽ ജനാധിപത്യത്തെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളിൽ അതാണ് അവസാന വാക്ക് എന്നുള്ള എനിക്ക് ഡോക്ടർ അംബേദ്കർ സ്വീകരിക്കുന്നില്ല. ലിബറൽ ജനാധിപത്യമാണല്ലോ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ അതായിരുന്നല്ലോ, ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ എന്താ പറയുക, അങ്ങനെ ഒരു അതുപോലെ തന്നെ ജനാധിപത്യം എന്ന് പറയുന്നൊരു ഭരണവ്യവസ്ഥ മാത്രമല്ല, ജീവിത രീതിയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത നവായന ബൗദ്ധ ദർശനത്തെക്കുറിച്ച് മാർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അവിടെയും ബുദ്ധ ദർശനങ്ങളുടെയും മാർഗത്തിൻ്റെയൊക്കെ വെളിച്ചത്തിലുള്ളൊരു ജനാധിപത്യ രൂപത്തെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങളാണ് മുന്നോട്ട് വയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമീപനം, വ്യത്യസ്തമായ ഒന്നിനെക്കുറിച്ചുള്ളൊരു ആലോചനയും സമീപനവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അവസാനം കൃത്യമായിട്ട് എന്താ എന്നുള്ളതിനെക്കുറിച്ച്, എന്തായിരിക്കും അതിൻ്റെ രൂപം, ഭരണരൂപം എന്തായിരിക്കും, ഇതെങ്ങനെയാണ് അതിനെ ചിട്ടപ്പെടുത്താൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ വ്യക്തമായൊരു ഉത്തരം ഡോക്ടർ അംബേദ്കറിലില്ല. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റേതിൽ സമത്വമില്ല, പക്ഷേ ഭരണം പ്രായോഗികമായിട്ട് ഇതിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഭരണം കഴിയുള്ളൂ എന്ന് പറയും. എന്ന് വെച്ചാൽ സമത്വത്തിന് ഔപചാരികമായി അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ സമത്വത്തിന് അവിടെ സാധ്യമാകുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. സോവിയറ്റ് യൂണിയനെ കുറിച്ച് പറയുമ്പോൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നില്ല. മാത്രമല്ല ദരിദ്ര രാഷ്ട്രങ്ങൾ കുറച്ച് കാലത്തേക്ക് സർവാധിപത്യം ഉണ്ടാകുന്ന നല്ലതാണെന്ന് തന്നെ പറയുന്നുമുണ്ട്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി കേന്ദ്രീകരിക്കാനായിട്ട്. അതേസമയം വിമർശനമുണ്ട്. കൃത്യമായിട്ടും ബുദ്ധ മാർഗവും മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും നമ്മൾ വേർതിരിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയുന്നൊരു കാര്യമാണ് സർവാധിപത്യത്തിൻ്റെ പ്രശ്നം തന്നെ. പക്ഷെ വിഷയം വരുന്നത് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അമേരിക്കയിലും മറ്റൊക്കെ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്ത് ഇൻക്ലൂസീവ്നെസ് ആണ് അവിടെ ഉണ്ടായത് എന്നുള്ള പ്രശ്നമുണ്ട്. ഔപചാരികമായിട്ടുള്ള ഇൻക്ലൂസീവ്നെസ്സിന് അപ്പുറം പോയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ കിഴക്കൻ രാജ്യങ്ങളൊക്കെ ഫാസിസത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സാമാന്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം യൂറോപ്പിൽ ആ കാലഘട്ടത്തിൽ എത്ര രാജ്യങ്ങളാണ് ഫാസിസ്റ്റായത്? വിരലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ ഫാസിസ്റ്റായുള്ളൂ. ഫ്രാൻസ് ഒരിക്കലും ഫാസിസ്റ്റായില്ല. അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഭൂരിപക്ഷം ഫാസിസ്റ്റ് ആയിരുന്നില്ല. ജർമ്മനിയും ഇറ്റലിയും പിന്നെ സ്പെയിനും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പോർച്ചുഗലും. അപ്പോൾ ഒരു സാമാന്യവൽക്കരിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ വിഷയം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ടും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ വ്യത്യസ്തമായൊരു ജനാധിപത്യം, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അനുഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ തിരിച്ചടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പൊളിറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന അധികാരത്തിലുള്ള റിപ്രസെൻറ്റേഷൻ്റെ കാര്യമാണെന്നാണ്. കാരണം പ്രായോഗികമായിട്ടുള്ള അതാണെന്നുള്ളത് എനിക്ക് അതിൻ്റെ എങ്ങനെ പിന്നെ അത് സാധ്യമാകുന്നത് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ പ്രശ്നം അത്രേ ഉള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ജനാധിപത്യ വീക്ഷണം അതായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ വരുന്ന വിഷയം ഇതാണ്, ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞ ഭരണരൂപം മാത്രമല്ല, ഒരു ജീവിത രീതിയാണ്
എന്നൊക്കെ പറയുന്ന സങ്കല്പം എങ്ങനെയാണത് പ്രായോഗികമാക്കാൻ കഴിയും? കാരണം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കകത്ത് ഒരു അധികാരമുണ്ട്, ഒരു രാഷ്ട്രീയ അധികാരമുണ്ട്, അതിന് കൃത്യമായിട്ടൊരു വർഗ്ഗ സ്വഭാവമുണ്ട്. ആ വർഗത്തിൻ്റെ താല്പര്യങ്ങൾ കാത്തുരക്ഷിക്കൽ തന്നെയാണ് അതിൻ്റെ കേന്ദ്ര പ്രശ്നം. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ അതിനെ ബാധിക്കാത്തിടത്തോളം കാലം ഉള്ളൊരു ഇൻക്ലൂസീവ്നെസ് മാത്രമേ അത് അനുവദിക്കുള്ളൂ. അതിനപ്പുറം അത് കടക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ അത് കാണുന്നുണ്ടല്ലോ. ദളിതരോടും മറ്റേ സംവരണവും കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അതിനെ വെട്ടിച്ചുരുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ എന്താ പറയുക നിഷ്ഫലമാക്കാൻ നോക്കുന്നത് എന്നുള്ളത് ധാരാളം ഉദാഹരണങ്ങൾ നിത്യേന നമ്മൾ കാണുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളും അമേരിക്കയിലാണെങ്കിൽ കറുത്തവരുടെ കാര്യത്തിൽ കാണുന്നുണ്ട്, എല്ലായിടത്തും അത് കാണുന്നുണ്ട്. അപ്പോൾ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ജനാധിപത്യ സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ കഴിയുക? അതിനെന്ത് വേണ്ടി വരും? അവിടെ ഞാൻ പറഞ്ഞ കൃത്യമായിട്ടൊരു ജാതി നശീകരണം എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ജാതി എന്താ പറയുക നമ്മളുടെ സമൂഹത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിന് നിർണായക ഘടകം തന്നെയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് എന്താ പറയുക വ്യക്തി എന്നുള്ളതിനൊരു നിഷേധം തന്നെയാണല്ലോ ജാതി. അപ്പോൾ ആ നിലയ്ക്ക് ജാതി നശീകരണം ഇല്ലാത്തിടത്തോളം കാലം മതേതരത്വമോ അല്ലെങ്കിൽ ഈ പറയുന്ന ജനാധിപത്യം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല, പരിമിതമായ അർത്ഥത്തിൽ പോലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ജാതി നശീകരണത്തിന് എന്താണ് ആവശ്യമായിട്ട് വരിക? ഒരു വർഗ നിലപാടില്ലാതെ കൃത്യമായിട്ടും ആ ഒരു ചൂഷിതരുടെ താല്പര്യങ്ങളെ മുൻനിർത്തി ആ വിഷയത്തെ സമീപിക്കാത്തിടത്തോളം കാലം എങ്ങനെയാണിത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും? എവിടെയാണ് വിഷയത്തിലേക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റേ ആ സങ്കല്പത്തിൻ്റെ നിഷേധിക്കല്ല ചെയ്യണം. അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു കാര്യത്തിന് വിഭാവന കൃത്യമായിട്ടത് വർക്കൗട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല ഡോക്ടർ അംബേദ്കർ. എന്തായിരിക്കും അത്, എങ്ങനെയായിരിക്കുന്നത്? പക്ഷേ അങ്ങനെ ഒരു അപ്രോച്ച് നമുക്ക് കാണാൻ പറ്റും, സംശയമില്ല കാര്യത്തിൽ. ആ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ മാർക്സിസത്തിൻ്റെ അടിസ്ഥാന നിലപാടുകൾ വെച്ച് തന്നെ നിലനിൽക്കുന്ന അധികാരമാണ്. ജനാധിപത്യ രൂപവും പാർലമെൻറ്റും തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇവിടെ നിന്ന് ഭരണവർഗ്ഗങ്ങളുടെ സർവാധിപത്യമാണത്. അത് മറ്റു രീതിയിൽ ഞാനത് പറഞ്ഞത് കാരണം അവരുടെ ഇൻക്ലൂസീവ്നെസ് ആ വർഗ താല്പര്യത്തെ ബാധിക്കാത്തിടത്തോളം മാത്രമേ അവർ അനുവദിക്കുള്ളൂ. അതിൻ്റെ അപ്പുറം അതിന് കടക്കാൻ ഒരു കാലത്ത് അവർ സമ്മതിക്കില്ല. അതിൽ നമ്മളുടെ ഇവിടെ നിന്ന് കൃത്യമായിട്ട് വർഗ്ഗജാതി രണ്ടും താല്പര്യങ്ങളൊന്നും ഉണ്ട്. കാരണം ഒരു ഭരണവർഗ്ഗം എന്ന് പറഞ്ഞാൽ സവർണ്ണ ഭരണവർഗ്ഗമാണ് മുഖ്യമായിട്ടുള്ളത്. അല്ലാത്ത ആൾക്കാരൊക്കെ അത്യാവശ്യം അവിടെ കയറി പറ്റിയിട്ടുണ്ടെങ്കിലും അതെല്ലാം സ്വഭാവം നിർണ്ണയിക്കുന്നവരല്ല. അപ്പോൾ ആ വർഗത്തിൻ്റെ ആ വർഗ്ഗങ്ങളുടെ സർവാധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഏത് അധികാരവും ഒരു സർവാധിപത്യമാണത്. തൊഴിലാളി വർഗ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യത്തിൻ്റെ ഒരു സർവാധിപത്യമുണ്ട്, ഭൂഷാ ജനാധിപത്യത്തിൽ ഭൂഷാസയുടെ സർവാധിപത്യമുണ്ട്. ആ നിലയ്ക്കാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. പക്ഷേ എപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതായത് ഞാൻ ഒരു പോയിൻ്റ് നമുക്കിനിയും തുടർന്നും ചർച്ചയാണ്. ഈ മുതലാളിത്ത ജനാധിപത്യം സോഷ്യലിസ്റ്റ് ജനാധിപത്യം വ്യത്യസ്തമായൊരു ജനാധിപത്യ രൂപം ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ഒന്നാമത്തെ പറഞ്ഞ കാര്യം. രണ്ടാമത്തത് ഈ ഒരു എല്ലാ സർവാധിപത്യങ്ങളിലും ക്ലാസ് ഡോമിനൻസ് ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാം. മുതലാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ മുതലാളി വർഗത്തിൻ്റെ ഡോമിനൻസിനെയാണ് അല്ലെങ്കിൽ അധികാരപ്രയോഗം അതിനകത്തുണ്ട്. ഇതിനെ മറികടക്കാൻ തൊഴിലാളി വർഗ സർവാധിപത്യമാണ് സോഷ്യലിസ്റ്റ് മുന്നോട്ട് വെച്ചിരുന്നത്. ആ അർത്ഥത്തിൽ ക്ലാസ് സ്ട്രഗിളിനും ഒക്കെ ഉണ്ട് എന്നൊക്കെയുള്ള മാർക്സിയൻ കൺസെപ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ ഈ അൾട്ടിമേറ്റായി തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്കൽ പൊസിഷൻ നിലനിൽക്കുന്നത് ഈ പറയുന്ന വിഭവങ്ങളുടെ ഉടമസ്ഥത അല്ലെങ്കിൽ ഉൽപ്പാദനോപാധികളെല്ലാം തന്നെ കൺട്രോൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ മാർക്സിസ്റ്റുകളുടെ ഇടയിൽ നിലനിൽക്കുന്ന അന്നും ഇന്നും നിലനിൽക്കുന്നൊരു ധാരണ അതുകൊണ്ട് തന്നെ മുതലാളിത്ത ജനാധിപത്യത്തിൽ ക്യാപിറ്റലും ലേബറും തമ്മിലുള്ള മൂലധനവും അധ്വാനവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രബലവും മുഖ്യമായിട്ടുള്ളൊരു കോൺട്രഡിക്ഷൻ. ഞാനൊരു കോൺട്രഡിക്ടറി ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രഡിക്ഷൻ മറികടന്നത് വഴി ആണ് ഈ ഉൽപ്പാദനോപാധികളെ മുഴുവൻ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പരിഹാരമാർഗമായി വെച്ചിരുന്നത്. എസെൻസിൽ മുതലാളിത്തത്തിൻ്റെ ഈ വൈരുദ്ധ്യം പരിഹരിച്ചാൽ ജനാധിപത്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഒരു ലഘൂകരണമോ ന്യൂനീകരണമോ അല്ലേ എന്നുള്ളൊരു ബേസിക് ക്വസ്റ്റ്യനാണ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. മാർക്സിസ്റ്റുകൾ താങ്കൾ ഉൾപ്പെടെ ഇപ്പോഴും ആ പൊസിഷനിലാണ് നിൽക്കുന്നത്. മുതലാളിത്തത്തിൻ്റെ ഒരു മൗലികമായിട്ടുള്ള കോൺട്രഡിക്ഷൻ ക്യാപിറ്റലും ലേബറാണ്, അധ്വാനവും മൂലധനവും തമ്മിലുള്ളതാണ്. അധ്വാനവും മൂലധനവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം പരിഹരിച്ചാൽ ജനാധിപത്യത്തിൻ്റെ മുതലാളിത്ത സ്വഭാവം മാറ്റിക്കിട്ടും അല്ലെങ്കിൽ മാറും അനിവാര്യമായിട്ടും.
അതോടുകൂടി മുതലാളിത്ത സർവാധിപത്യം അവസാനിക്കുകയും ആ ഒരു അന്തരാളഘട്ടത്തിൽ സർവാധിപത്യം തൊഴിലാളി വർഗത്തിന് പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി എന്താണ് അത് യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് ഉള്ള ഒരു കഥക് തുറക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് മുഴുവൻ തന്നെ പഴയതിൽ നിന്നും പുതിയതിലേക്ക് ഉള്ള ഈ ഒരു രൂപമാറ്റത്തെ പരിണാമത്തെ ഈ രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള ക്വസ്റ്റ്യനായിട്ട് മാത്രം ലിമിറ്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ ജനാധിപത്യം കേവലം ഒരു മൂലധനവും അധ്വാനവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണോ? ഒരു രാഷ്ട്രീയ വ്യവസ്ഥ. ജനാധിപത്യത്തെ നമുക്ക് പല നിലയിലും വേണമെങ്കിൽ നോക്കിക്കാണാം. ഒരു വ്യക്തി ആനയെ കാണുന്നു എന്ന് പറയുന്നത് പോലെ അത് ജനാധിപത്യം സംസ്കാരത്തിൻ്റെ രൂപമാണ്, പെരുമാറ്റത്തിൻ്റെ രൂപമാണ്, അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെതാണ് എന്നൊക്കെ പല നിലയിൽ വിശദീകരിക്കാം. പക്ഷേ മൗലികമായും ഞാൻ കാണുന്നത് ജനാധിപത്യം ഒരു രാഷ്ട്രീയ രൂപമാണ്, ഒരു ഭരണ രാഷ്ട്രീയ രൂപമാണ്. അതിന് ക്ലാസ് കണ്ടന്റ് അക്കാര്യത്തിൽ നമ്മൾ തർക്കിക്കുന്നില്ല, ശരിയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഒരു വ്യവസ്ഥയുടെ മൗലിക വൈരുദ്ധ്യം എന്താണ് എന്നുള്ള ഒരു പ്രശ്നം. ഒരു വർഗ വൈരുദ്ധ്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു മാസം മാവൊക്കെ അത് കൃത്യമായിട്ടും ഈ പറയുന്ന വർഗ വൈരുദ്ധ്യശാസ്ത്രത്തെയൊക്കെ ശാസ്ത്രീയമായി തന്നെ തിയററ്റിക്കലി സ്ഥാപിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ മുതലാളിത്തത്തിൻ്റെ വൈരുദ്ധ്യം ഇത് മാത്രമാണോ എന്ന ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ നെക്സലൈറ്റ് മൂവ്മെൻറ്റ് കൂടുമ്പം പ്രധാനമായിട്ടും ഉന്നയിക്കാൻ ആഗ്രഹിച്ചിരുന്നതും നിങ്ങളെപ്പോലുള്ള വലിയ വാർത്തകളായിട്ട് ചർച്ച ചെയ്യാൻ സ്പേസ് കിട്ടാതിരുന്നൊരു കാര്യമാണ്. മുതലാളിത്തത്തിൻ്റെ വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അധികാരം പിടിച്ചെടുത്ത് ക്യാപിറ്റലിൻ്റെ കൺട്രോളോ അല്ലെങ്കിൽ ഉൽപ്പാദന നിയന്ത്രണം ഉറപ്പുവരുത്തിയാലും ബാക്കിയെല്ലാ മുതലാളിത്തത്തിൻ്റെ ഘടകങ്ങളും ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് ഈ കെ വേണുവിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം മുതലാളിത്ത ജനാധിപത്യത്തിലും സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിലും അതേപോലെ തന്നെ തുടരുന്നു. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കേവലം ഒരു സാമ്പത്തിക വർഗ വൈരുദ്ധ്യത്തിൻ്റെ മാത്രം നമുക്ക് നിലനിർത്താൻ പറ്റൂ. ഭരണകൂടത്തിൻ്റെ എല്ലാ രൂപങ്ങളിലെടുത്തോളം അത് നിലനിൽക്കില്ലേ? ഒന്ന്. രണ്ടാമത്തത്, അധികാരത്തിൻ്റെ രൂപം കേവലം ഒരു ആബ്സ്ട്രാക്റ്റ് ഐഡിയ അല്ലല്ലോ. അധികാരം കൃത്യമായിട്ടും വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള മിലിറ്ററി സൈനിക സംവിധാനം, ആംഡായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ ഒരു സംഭവമാണത്. ആംഡായിട്ട് ബേസിക്കലി മാർക്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആംഡ് സ്റ്റേറ്റിൻ്റെ ഒരു കുഴിഞ്ഞുപോക്കിനെ അദ്ദേഹം കാണുന്നത്. ആംഡ് സ്റ്റേറ്റിൻ്റെ ഡിസിപ്ലിൻ ഇല്ലായ്മയപ്പെടുന്നു എന്ന് പറയുന്നതിനെ ആ സമയത്ത് തന്നെ ഡോക്ടർ അംബേദ്കർ മാർക്സ് നിരീക്ഷിക്കുന്നതും ഈ പറയുന്ന പാരീസ് കമ്മ്യൂൺ വരെയുള്ള എല്ലാ റവല്യൂഷണറി സംഭവങ്ങളെയും കാണുന്നത് എല്ലാ വിപ്ലവങ്ങളും ഭരണകൂടത്തെ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റിനെ സ്മാഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊരു തിയററ്റിക്കൽ പൊസിഷനായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും പാരീസ് കൺവെൻഷൻ്റെ ഇവാലുവേഷൻ, പിന്നെ 18th ബ്രൂമിയർ ഓഫ് ലൂയി ബോണപ്പാർട്ട് എന്ന് പറയുന്ന ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാവ്യാത്മകമായുള്ള ഒരു വിശദീകരണം മാത്രമല്ല, എങ്ങനെയാണ് ഈ പറയുന്ന ഡെമോക്രസിയുടെ ഇവല്യൂഷനും അധികാരം ഒരു മൈനോറിറ്റിയിലേക്ക് പിടിച്ചെടുക്കുന്നതും അധികാരം കിട്ടിയവർ ആളുകളൊക്കെ തന്നെ ഡിസാം ചെയ്യുന്നുള്ളതാണ്. ചുരുക്കത്തിൽ മുതലാളിത്തത്തിൻ്റെ ഒരു ജനാധിപത്യ രൂപം ഈ പറയുന്ന തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിന് മാത്രമല്ല, എല്ലാ അധികാരങ്ങളും ആമിങ് എന്ന് പറയുന്ന സായുധമായിട്ടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ക്രമത്തിലേക്ക്, ആ ക്രമം ഹിസ്റ്ററിയിലൂടെ അതിൽ ഇവോൾവ് ചെയ്തതാണ്. അതൊരു ആക്സിഡൻ്റായിട്ട് സംഭവിച്ചതായിരിക്കാം, അല്ലാതിരിക്കായിരിക്കാം, ക്ലാസ് കോൺട്രഡിക്ഷൻ്റെ പ്രതിഫലമാണെന്നൊക്കെ പറയാം. പക്ഷേ ഇറ്റ് ഈസ് ദർ. അതാണ് അധികാരം എന്ന് പറയുന്ന പോലെ ആംഡ് സ്റ്റേറ്റിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ ആംഡ് സ്റ്റേറ്റിലൂടെ ഉറപ്പിക്കപ്പെടുന്നത് അധികാര രൂപം എന്നുള്ള നിലയിൽ കൂടിയാണ് ജനാധിപത്യത്തിൻ്റെ അതിഭയാനകമായൊരു മറ്റൊരു മുഖമുള്ളത് എന്ന ഒരു ക്വസ്റ്റ്യൻ ഈ മാർക്സിസ്റ്റുകൾ എത്രത്തോളം കണ്ടിട്ടുണ്ട് എന്നത്, അല്ലെങ്കിൽ അവർ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ ആരോപിക്കുന്നത്. മൗലികമായ വൈരുദ്ധ്യം ഒരിക്കലും അതുകൊണ്ട് ജനാധിപത്യത്തിൽ ക്യാപിറ്റലും ലേബറും തമ്മിലുള്ളതല്ല.
സോഷ്യലിസ്റ്റിൽ അതില്ല എന്ന് പറയുമ്പോഴും സോഷ്യലിസ്റ്റിൽ ഈ ഭരണകൂട രൂപമുണ്ട്. ആംഡായിട്ടുള്ള ക്യാപിറ്റലിസം എന്ത് ഭരണകൂട രൂപത്തെയാണോ ജനാധിപത്യത്തിൽ വികസനമാക്കിയത്, അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും അവശിഷ്ടമല്ല അത്, ആ രൂപത്തെ മാർക്സ് എന്താണോ പറഞ്ഞിരുന്ന എല്ലാ വിപ്ലവങ്ങളും അതിശക്തമായ ഒരു ഭരണകൂടത്തെ സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആകുക മാത്രമല്ല, അതിന് കൂടുതൽ ശക്തിമത്താക്കിയിട്ടുള്ളത്. അപ്പോൾ ഭരണകൂട രൂപത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്നുള്ള നിലയിൽ ആംഡ് സ്റ്റേറ്റിനെ ഡിസാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നോൺ വയലൻസ് ഞങ്ങളുടെ ഒരു പരിപാടിയാണ്, ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി, രാഷ്ട്രത്തിൻ്റെ ഉള്ളിലും പുറത്തും എന്നുള്ള നിലയിൽ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം ഒരിക്കലും പ്രീച്ച് ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഗാന്ധി പറയുന്ന അഹിംസയുടെ രൂപത്തിലല്ല ഞാൻ പറഞ്ഞത്. അംബേദ്കർ വിഷനിൽ ഒരു അഹിംസാത്മകമായ ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് സോഷ്യലിസ്റ്റിൻ്റെ കൾച്ചർ എന്ന് പറയുകയും ആയുധമെല്ലാം തന്നെ ജനങ്ങളെടുത്തോട്ടെ, അല്ലെങ്കിൽ ജനങ്ങളങ്ങ് ഡിസാം ചെയ്യിച്ചാൽ മതി, ആവശ്യമുള്ളപ്പോൾ നാഷണലിസ്റ്റ് വാറിന് മാത്രം മതിയല്ലോ എന്നുള്ള നിലയിൽ. ഇപ്പോൾ ലെനിൻ്റെ പീരീഡിലും പിന്നീട് കാണുന്ന എല്ലാ വിപ്ലവങ്ങളും സ്റ്റാലിനെല്ലാം തന്നെ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആയുധം എടുക്കാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാവോദിനെ തിയറിറ്റിക്കലി ഒരു പ്രാക്സിസ് ആക്കി ആണ് ഈ പറയുന്ന പുത്തൻജനാധിപത്യ വിപ്ലവത്തിന് കർഷകരോടും എല്ലാവരോടും ആയുധം എടുത്തോളാൻ പറയുന്നത്. പക്ഷേ വിപ്ലവാനന്തര സമൂഹങ്ങളിൽ എല്ലാവരോടും ആയുധം താഴെ വെക്കാൻ എല്ലാവരും പറയുന്നത്. എല്ലാവരും അത് സ്റ്റാലിനും ചെയ്തിട്ടുണ്ട്, ലെനിനും ചെയ്തിട്ടുണ്ട്, മാവോയും ചെയ്തിട്ടുണ്ട്, ഡിസാം ചെയ്യാനാണ് പറയുന്നത്.